ഇന്ന് ഫെബ്രുവരി 25 ഇപ്പോൾ 1-2 മാസം കഴിഞ്ഞാൽ എല്ലാം ഫ്ലവറിങ് ചെയ്യേണ്ട ടൈമാണ്. എങ്കിലും ചില സന്ദർഭങ്ങളിൽ ഫെബ്രുവരി അവസാനമൊക്കെ ഫ്ലവറിങ് ഇടാറുണ്ട്, ബെഡ് വരാറുണ്ട്. അത് ഇതിപ്പോൾ മലേഷ്യൻ റെഡാണ്. ഇതൊന്നും ഒന്നും കാണുന്നില്ല. ഇത് മെക്സിക്കൻ റെഡാണ്. മെക്സിക്കൻ റെഡ് അതിൽ ഒരു ബെഡ് വരുന്നുണ്ട് കേട്ടോ. ഫ്ലവർ ബെഡ് ഒരെണ്ണം വന്നു തുടങ്ങി. ഇതിപ്പോൾ ഫെബ്രുവരി 25 മെക്സിക്കൻ റെഡിൽ ഫ്ലവർ ബെഡ് വന്നു തുടങ്ങി. പക്ഷേ മെക്സിക്കൻ റെഡിന് ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ക്രോസ് പോളിനേഷനാണ്. വേറെ ഏതെങ്കിലും ഫ്ലവറിൻ്റെ പൂമ്പടി എടുത്ത് ഇതിനകത്തിട്ടാൽ മാത്രമേ ഫ്രൂട്ട് വലുതാവുള്ളൂ, അല്ലെങ്കിൽ അതിന് ഫ്രൂട്ട് ചെറുനാരങ്ങയുടെ വലിപ്പം ഉണ്ടാവുള്ളൂ. ക്രോസ് പോളിനേഷൻ ചെയ്താൽ മാത്രമേ 400-350 ഗ്രാമിൻ്റെ വലിപ്പത്തിലുള്ള ഫ്രൂട്ട് ഉണ്ടാവും. അപ്പോൾ അതാണ് ഇതിനുള്ളൊരു കുഴപ്പം മെക്സിക്കൻ റെഡിന്. പിന്നെ ഇതിൽ വേറെ പ്ലാന്റുകളുണ്ട് കേട്ടോ. S9 എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട്. S9 ആണ്. S9 എന്ന് പറഞ്ഞാൽ മുന്തിരിയുടെ ഈ സീഡ്ലെസ് മുന്തിരിയുടെ ടേസ്റ്റുള്ള ഫ്ലേവറുള്ളൊരു വെറൈറ്റി S9. ഇത് ഡാർക്ക് സ്റ്റാറാണ്. ഈ ഡാർക്ക് സ്റ്റാറും ഏതാണ്ട് അതേ ടേസ്റ്റ്, അതേ ഫ്ലേവർ തന്നെയാണ്. മുന്തിരിയുടെ സീഡ്ലെസ് മുന്തിരിയുടെ ഫ്ലേവർ തന്നെയുള്ളൂ. ഇതിലങ്ങനെ 3 വെറൈറ്റീസ് ഇതിനകത്തുണ്ട്. ഇത് ശ്രീലങ്കൻ റെഡാണ്. ശ്രീലങ്കൻ റെഡ് ഇതിലും ഫ്ലവർ ബെഡ് തുടങ്ങിയിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ 2 വെറൈറ്റിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെക്സിക്കൻ റെഡിലും ശ്രീലങ്കൻ റെഡിലും ഫെബ്രുവരി 25 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലവർ ബെഡ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ വന്ന് മാർച്ച് അവസാനമാണ്. തവണ ഇച്ചിരി നേരത്തെയാണ്. അതിന് ചിലപ്പോൾ കാരണം ഞാൻ നേരത്തെ അതിന് ഫോസ്ഫറസും പൊട്ടാസ്യമൊക്കെ ധാരാളം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാവും നേരത്തെ തന്നെ ഫ്ലവറിങ് ചെയ്തത്. ഞാൻ ജനുവരിയോടുകൂടി തന്നെ ഫോസ്ഫറസും പൊട്ടാസ്യമൊക്കെ അങ്ങനെ ആഴ്ചയിൽ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൊണ്ടായിരിക്കും നേരത്തെ ചിലപ്പോൾ ഫ്ലവർ ചെയ്ത് കിട്ടുക. വേറെ ഇതൊക്കെ അധികം മുളച്ച് കാണുന്നതൊക്കെ ബെഡ് വരാനുള്ള സ്റ്റാർട്ടിങ്. അപ്പോൾ ഏതായാലും ബെഡ് വന്നിട്ടുണ്ട്. മെഴുതിരി കത്തിക്കും. ഹെയർ ഡ്രയറിൻ്റെ ഏറ്റവും നല്ലതാണ്. ഹെയർ ഡ്രയർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഹെയർ ഡ്രയർ വെച്ച് ചൂടാക്കിയാൽ മതി. PVC പൈപ്പ് ഇതുപോലെ കട്ട് ചെയ്യുക. ഒരു സൈഡ് കട്ട് ചെയ്യണമല്ലോ, ഇങ്ങനെ കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ശരിയാക്കി എടുക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് പതുക്കെ മെഴുതിരിയോട് ഇങ്ങനെ ചൂടാക്കി കൊടുക്കുക. ഹെയർ ഡ്രയർ ഉണ്ടെങ്കിൽ ഏറ്റവും സുഖമാണ്. ഹെയർ ഡ്രയർ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ മെഴുതിരിയിൽ ചെയ്യുന്നത്. ഹെയർ ഡ്രയർ ഉണ്ടെങ്കിൽ ഹെയർ ഡ്രയർ കൊണ്ടൊന്ന് ചൂടാക്കി കൊടുത്താൽ മതി. ഇതുപോലെ ചൂടാക്കുക. ഹെയർ ഡ്രയറിന് 2 പ്രാവശ്യം ഹെയർ ഡ്രയർ അടിച്ച് കഴിഞ്ഞാൽ ശരിക്കും ഈവണായിട്ട് എല്ലായിടത്തും ഒരേപോലെ ചൂടാകും. ഇത് മെഴുതിരി ആയതുകൊണ്ട് അത്രയ്ക്ക് ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല. ഹെയർ ഡ്രയർ നല്ല ഭംഗിയായിട്ട് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും നമുക്ക്. എന്നിട്ട് പതുക്കെ ഇതുപോലെ ഒരു വടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏത് വലുപ്പത്തിലാണ് ഹോൾ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് PVC പൈപ്പ് എടുത്തിട്ട് ഇതുപോലെ റെഡിയാക്കി വയ്ക്കും. ഇതുപോലെ കുത്തി ഇറക്കി കൊടുക്കാൻ
കഴിഞ്ഞാൽ ഇവിടുത്തെ ഹോളായില്ല, ഹോളായി. അതിലെല്ലാ ഭാവം ചെയ്യത്രേ ഉള്ളൂ, ഒരു സിമ്പിളാണ്. തക്കാളിക്കുരു ഒരു പാക്കറ്റ് അടിച്ച് പായിപ്പം എല്ലാം മുളച്ചു, നല്ല ഗ്രോത്തിൽ മുളച്ചു. എല്ലാം കൂടി അവിടെ നടുന്നതല്ല വെച്ചപ്പോൾ നമുക്ക് അതിനോട് സ്ഥലമില്ല. അപ്പോൾ നോക്കിയപ്പോൾ ഒരു ഐഡിയ കിട്ടിയതാണ്, PVC പൈപ്പിൽ ഹോൾ ചെയ്തിട്ട് ഇങ്ങനെ നടാവുന്നു. അതായത് എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് എന്താകുന്നുള്ളത് വഴി നമുക്കറിയാം. എന്തായാലും ഇതിങ്ങനെ താഴെ ഒഴിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ പതുക്കെ പതുക്കെ കെട്ടിക്കൊടുക്കാം, കെട്ടി നമ്മൾ പിടിപ്പിച്ചു കൊടുക്കുക. എന്തായാലും വളരട്ടെ, എന്നിട്ട് നോക്കാം നമുക്ക്.